ഞാൻ ഈ പറയാൻ പോകുന്നത് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്ത എന്നാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എന്താണെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക. തുടങ്ങുന്നതിന് മുന്നേ 3 കോർ ഏരിയാസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം: യുവർ മാർക്കറ്റ്, യുവർ ഫൈനാൻസസ് ആൻഡ് യുവർ ലീഗൽ ഒബ്ലിഗേഷൻസ്. മാർക്കറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വാട്ട് സ്പെസിഫിക് പെയിൻ പോയിന്റ് ഡസ് യുവർ പ്രോഡക്റ്റ് ഓർ സർവീസ് സോൾവ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വെച്ച് മാർക്കറ്റിലെ എന്ത് കുറവാണ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത്? പിന്നെ ടാർഗറ്റ് കസ്റ്റമേഴ്സ്, ഹു എക്സാക്ട്ലി ഈസ് യുവർ ഐഡിയൽ കസ്റ്റമേഴ്സ്? എങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെയാണ് നിങ്ങൾ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വെച്ച് ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പിന്നെ വരുന്നതാണ് കോമ്പറ്റീഷൻ. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ് മാർക്കറ്റിലുള്ളതെന്ന് നിങ്ങൾ അറിയണം. അതുപോലെ എന്താണ് അവരെക്കാളും നിങ്ങൾക്കുള്ള കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, അതും അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നതാണ് ഡിമാൻഡ്. മാർക്കറ്റ് ഗ്രോയിങ് ആണോ, ഷ്രിങ്കിങ് ആണോ, അതോ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ദെൻ കംസ് ലീഗൽ ഒബ്ലിഗേഷൻസ്. ബിസിനസ് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം? വിച്ച് എൻറ്റിറ്റി ടൈപ്പ് ഈസ് ഐഡിയൽ ഫോർ യുവർ ബിസിനസ്? നിങ്ങളുടെ ബിസിനസ് എന്താണോ അതിന് അനുയോജ്യമായ സ്ട്രക്ചറിങ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അങ്ങനെ. പിന്നെ വരുന്നതാണ് റെഗുലേഷൻ. അതും ബിസിനസ്സിനനുസരിച്ച് വേരി ചെയ്യുന്നതാണ്. എന്തൊക്കെ പെർമിഷൻസ്, എന്തൊക്കെ രജിസ്ട്രേഷൻസ്, ലൈസൻസ് എന്നുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നത് മാർക്കറ്റിംഗ്. എങ്ങനെയൊക്കെ മാർക്കറ്റിംഗ് ചെയ്യാം? വെബ്സൈറ്റ് ത്രൂ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ, എങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ്, മെറ്റ ആഡ്സ് റൺ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ടാക്സേഷൻ, GST, ഇൻകം ടാക്സ്, ഇതിൻ്റെ രജിസ്ട്രേഷൻസ്, ഇതിൻ്റെ ഫയലിങ്സ്, ഇതിന് വേണ്ട ത്രഷോൾഡ് ലിമിറ്റ്സ്, ടാക്സ് റേറ്റ്സ്, ഇതൊക്കെയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഫ്രീ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് നോട്ടായോ മെസ്സേജ് ആയോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റേ ഇൻഫോംഡ്, സേവ് ടാക്സ് ലീഗലി ആൻഡ് ഗ്ലോബലി.